ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് രാജവെമ്പാലയോ മൂർഖനോ ഒക്കെയാകും. നമ്മുടെ നാട്ടിൽ കാണുന്ന വെള്ളിക്കെട്ടൻ അഥവാ കോമൺ ക്രൈറ്റ് പോലെയുള്ള പാമ്പുകളുടെ വിഷം എത്രത്തോളം അപകടകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ അവയെല്ലാം നിഷ്പ്രഭമാക്കുന്ന ഒറ്റക്കൊത്തിൽ 100ഓളം മനുഷ്യരുടെ ജീവനെടുക്കാൻ മാത്രം വിഷമുള്ള ഒരു പാമ്പുണ്ട് അങ്ങ് ഓസ്ട്രേലിയയിൽ. അതാണ് ഇൻലാൻഡ് തൈപ്പാൻ. ഫിയേഴ്സ് സ്നേക്ക് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ പാമ്പിൻ്റെ ഒരു തുള്ളി വിഷം ലോകത്തിലെ മറ്റേത് പാമ്പിൻ്റെ വിഷത്തെക്കാളും മാരകമാണ്. അതായത് ഇൻലാൻഡ് തൈപ്പാനാണ് നമ്പർ 1. ഓസ്ട്രേലിയയുടെ വരണ്ട ഉൾനാടൻ പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ പാമ്പിൻ്റെ ശാരീരിക പ്രത്യേകതകൾ ഏറെ കൗതുകമുണർത്തുന്നതാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് സ്വന്തം ശരീരത്തിൻ്റെ നിറം മാറ്റാൻ കഴിവുള്ള അപൂർവം പാമ്പുകളിൽ ഒന്നാണിത്. കടുത്ത ചൂടുള്ള വേനൽക്കാലത്ത് ഇളം മഞ്ഞയോ തവിട്ടോ നിറത്തിലേക്ക് മാറുന്ന ഇവ തണുപ്പുകാലമാകുമ്പോൾ സൂര്യപ്രകാശത്തെ കൂടുതൽ ആഗിരണം ചെയ്യുന്നതിനായി കറുപ്പോ കടുത്ത തവിട്ടോ നിറത്തിലേക്ക് മാറും. സാധാരണയായി 1.5 മുതൽ 2 മീറ്റർ വരെയാണ് ഇവയുടെ നീളം. വളരെ വേഗത്തിൽ ഇരയെ ആക്രമിക്കാൻ കഴിവുള്ള ഇവ എലികളെയും മറ്റ് ചെറിയ സസ്തനികളെയും മാത്രമാണ് പ്രധാനമായും വേട്ടയാടുന്നത്. ഒരൊറ്റക്കടിയിൽ തന്നെ ഇരയുടെ ശരീരത്തിലേക്ക് പരമാവധി വിഷം കുത്തിവെച്ച് അതിനെ തൽക്ഷണം കൊല്ലുകയാണ് ഇവയുടെ രീതി. ഇൻലാൻഡ് തൈപ്പാന്റെ വിഷത്തിൽ ന്യൂറോടോക്സിൻ, ഹീമോടോക്സിൻ, മയോടോക്സിൻ എന്നീ 3 മാരക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വിഷം ഒരേ സമയം നാഡീവ്യൂഹത്തെയും രക്തത്തെയും പേശികളെയും തകർത്തെറിയും. മനുഷ്യന് കടിയേറ്റാൽ വെറും മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിക്കാം. ഇത്രയൊക്കെ ഭീകരനാണെങ്കിലും യഥാർത്ഥത്തിൽ വളരെ നാണം കുണുങ്ങിയും സമാധാനപ്രിയനുമായ ഒരു പാമ്പാണിത്. മനുഷ്യരുമായി സമ്പർക്കം വരാൻ ഒട്ടും താല്പര്യപ്പെടാത്ത ഇവ അപകടം മണത്താൽ പരമാവധി ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇതുവരെ ഇൻലാൻഡ് തൈപ്പാന്റെ കടിയേറ്റ് ഒരു മരണം പോലും ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. വന്യജീവികളെയും ഉരകങ്ങളെയും കുറിച്ചുള്ള പഠനങ്ങളിൽ പ്രകൃതിയുടെ ഈ വിസ്മയം എക്കാലത്തും ഒരു വലിയ അത്ഭുതമായി തന്നെ നിലനിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൊടിയ വിഷമുള്ള ഈ പാമ്പിന്റെ വാസസ്ഥലവും ജീവിത രീതികളും അതിലേറെ കൗതുകം നിറഞ്ഞതാണ്. ഓസ്ട്രേലിയയുടെ മധ്യ കിഴക്കൻ ഭാഗങ്ങളിലെ വരണ്ടതും അർദ്ധ വരണ്ടതുമായ ഭൂപ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇൻലാൻഡ് തൈപ്പാനുകളെ കാണപ്പെടുന്നത്. ക്വീൻസ്ലാൻഡ്, സൗത്ത് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ കഠിനമായ കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയുന്ന പ്രത്യേകതരം ആവാസ വ്യവസ്ഥയാണ് ഇവയുടേത്. ഉണങ്ങി വിണ്ടുകീറിയ കളിമൺ പ്രദേശങ്ങളും എലികളും മറ്റ് ജീവികളും ഉപേക്ഷിച്ചു പോയ ആഴത്തിലുള്ള മാളങ്ങളുമാണ് ഇവയുടെ പ്രധാന താവളങ്ങൾ. ഓസ്ട്രേലിയൻ ഉൾനാടുകളിലെ കൊടും ചൂടിൽ നിന്നും രക്ഷ നേടാൻ ഈ വിള്ളലുകൾ ഇവയെ വല്ലാതെ സഹായിക്കുന്നുണ്ട്. കൂടുതൽ സമയവും ഈ മാളങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവ അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ ഇര തേടാൻ വേണ്ടി മാത്രമാണ് സാധാരണയായി പുറത്തിറങ്ങാറുള്ളത്. ഇവയുടെ വംശവർദ്ധനവ് തികച്ചും പ്രകൃതിയുടെ മാറ്റങ്ങൾക്കും ഇരയുടെ ലഭ്യതയ്ക്കും അനുസരിച്ചാണ് നടക്കുന്നത്. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഇനത്തിൽപ്പെട്ട ഈ പാമ്പുകളുടെ പ്രജനനം പൂർണ്ണമായും അവയ്ക്ക് ലഭിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കും. മഴക്കാലത്തിന് ശേഷം എലികളുടെയും മറ്റ് ഇരകളുടെയും എണ്ണം വൻതോതിൽ വർദ്ധിക്കുന്ന സമയത്താണ് ഇവ കൂടുതലായും പ്രജനനം നടത്തുന്നത്. ഒരു തവണ 12 മുതൽ 22 വരെ മുട്ടകളാണ് പെൺപാമ്പ് ഇടുക. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ ഏറ്റവും സുരക്ഷിതമായ ആഴത്തിലുള്ള മാളങ്ങളിലോ പാറയിടുക്കുകളിലോ ആണ് ഇവ മുട്ടകൾ നിക്ഷേപിക്കുന്നത്. ഏകദേശം 2 മാസത്തോളം സമയമെടുത്താണ് മുട്ടകൾ വിരിയുന്നത്. എന്നാൽ കൊടിയ വരൾച്ചയുള്ള സമയങ്ങളിൽ ഭക്ഷണത്തിന് ദൗർലഭ്യം നേരിടുമ്പോൾ ഇവ പ്രജനനം നടത്താതിരിക്കാനും ശ്രദ്ധിക്കാറുണ്ട്. ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്വയം ഇര തേടാനും ശത്രുക്കളെ പ്രതിരോധിക്കാനുമുള്ള വിഷം ശരീരത്തിലുണ്ടാകും. ചുരുക്കത്തിൽ ഭൂമിയിലെ ഏറ്റവും മാരകമായ വിഷമുണ്ടെങ്കിലും പ്രകൃതിയോട് 100% ഇണങ്ങി കാലാവസ്ഥയുടെ താളത്തിനനുസരിച്ച് മനുഷ്യരിൽ നിന്നും പരമാവധി ഒഴിഞ്ഞുമാറി ജീവിക്കുന്ന ഇൻലാൻഡ് തൈപ്പാൻ എന്ന ഈ ജീവി വന്യജീവി ലോകത്തെ ഏറ്റവും വലിയ വിസ്മയങ്ങളിൽ ഒന്നാണ്.